അങ്ങനെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. നല്ല തണുപ്പായിരുന്നു. രാത്രി പുറത്തൊന്നും ഇറങ്ങിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. രാവിലെ എണീറ്റപ്പോൾ ഇതാണ് കേട്ടോ സിറ്റുവേഷന്. നല്ല തണുപ്പായിരുന്നു, നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു തണുപ്പത്ത് നല്ലൊരു ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ നേരെ കഫറ്റേരിയയിലോട്ടാണ് പോയത്. കഫറ്റേരിയ ചെന്നപ്പം അവിടെ കാണാൻ അതിലും മനോഹരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഗാർഡനിൽ കോടയൊക്കെ ഇറങ്ങിയപ്പം ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. രാവിലെ തിരിച്ച് പോകണം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ട്. നിങ്ങൾ വരിക, ഒരു പ്രാവശ്യമെങ്കിലും എൻജോയ് ചെയ്യുക. എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ വന്നത് കൊണ്ട് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ പോയിട്ടുണ്ട്, അതിന് ക്ഷമിക്കണം. ഇവിടെ തന്നെ അവർ ചെറിയൊരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മൃഗങ്ങളുടെ ആ ഒരു സ്കെൽട്ടനൊക്കെ ആയിട്ട് വെച്ചിട്ടൊരു മ്യൂസിയം കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അത് ഒറിജിനലായിട്ടുള്ള നമ്മുടെ വന്യമൃഗങ്ങളുടെ ആ ഒരു ഫോസിൽ പോലത്തെയാണ് വെച്ചിട്ടുള്ളത്. മാവിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒറിജിനൽ ഒരു ആനയുടെ ഒരു ഫോസിലാണിത്. അത് ഇവിടെ നിന്ന് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത്. ഒറിജിനലാണ് കേട്ടോ. ഇത്രയും വലിപ്പമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ, ഒരു ആനയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ. അത് ഒരു ചെറിയൊരു മ്യൂസിയം പോലെയാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും. ഈ ലൈനെല്ലാം അവർ ആക്റ്റീവ് ചെയ്യും കേട്ടോ. ഇതിന് ഫെൻസിങ് ലൈൻ എന്നാണ് പറയുന്നത്. ചെറിയൊരു എർത്ത് മറ്റ് കാര്യങ്ങളൊക്കെ അവരിതിൽ കൊടുക്കും കേട്ടോ, ഒരു 6 മണിക്ക് ശേഷം. അതുകൊണ്ട് 6 മണിക്ക് ശേഷം ഇതുവഴി അങ്ങനെ ആർക്കും പോകാനൊന്നും പറ്റത്തില്ല. അവർ ക്ലോസ് ചെയ്യും. ആന വരും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ഇട്ടിട്ടുള്ളത്. ഇതുവഴിയാണ് ട്രക്കിംഗ് പോകുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ട്രക്കിംഗ് പോകുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് വണ്ടിപ്പെരിയാർ വഴിയാണ് കേട്ടോ. വണ്ടിപ്പെരിയാർ വഴി വരികയും ചെയ്യാം, പോവുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കോന്നി വഴി വരാം കേട്ടോ. നമ്മൾ മാപ്പിൽ ഗവിയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ വരുന്നതാണ്. അതുപോലെ പാസ് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാടിൻ്റെ ഒത്ത നടുക്ക് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനും എല്ലാ സ്ഥലങ്ങളും കാണാനും പറ്റിയൊരു ഇടമാണ് ഗവി. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ ഒരു സമയത്ത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ബോട്ടിങ്, ട്രക്കിങ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ തന്നെ ഒരുപാട് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ വരും കേട്ടോ അവർ. എന്ന് വെച്ചാൽ 8 മണിക്ക് തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മുടെ താഴെ ചെക്ക് പോസ്റ്റിൽ നിന്ന് 8 മണിക്ക് ഒരു പാസ്വേഡ് തുടങ്ങും. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഒരു ദിവസം ട്രിപ്പിന് വരണവർ വൈകുന്നേരം 4 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങണം കേട്ടോ. അങ്ങനെ ഒരു ചെറിയ നിബന്ധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരാണ്. കുറേ ആൾക്കാർ പാക്കേജിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസത്തെ 1 ഡേ ട്രിപ്പ് വരെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റ് എടുത്തിട്ടാണ് മെയിനായിട്ടല്ലേ എന്തെല്ലാം എടുത്തു ഞാൻ ലേശം ഉപ്പുമാവ് കൂടെ എടുക്കാം. ഉപ്പുമാവൊക്കെ നല്ല ചൂടായിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് ലേശം എടുക്കാം. കുറച്ച് എല്ലാം കൂടെ കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാമ്പാറൊക്കെ നല്ല ചൂട് സാമ്പാറാണ്. സാമ്പാറും ഇതിലാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. സാമ്പാർ എടുത്ത് പിന്നെ ലേശം വെള്ളച്ചമ്മന്തി, പിന്നെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്ന ചമ്മന്തി കേട്ടോ. പിന്നെ മുട്ടയുണ്ട്. മുട്ട നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ട എടുക്കുക, ഒരു ബൗളിലാക്കി. പിന്നെ ഇവിടെ
കോൺഫ്ലെക്സും ഓട്സും എല്ലാം വച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. പാലുണ്ട്, അതുപോലെ തന്നെ ചായ, കോഫിയുടേത്, പിന്നെ പഞ്ചസാരയുടെ ഒരു ക്യൂബ് പോലത്തെയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രെഡും കൂടെ വെച്ചു. ബ്രെഡ് അവർ റെഡിയാക്കി വെച്ചിരുന്നു, ടോസ്റ്റ് ചെയ്തിട്ട് ബട്ടറും ജാമും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓരോ ദിവസവും ഓരോ മെനു ആയിരിക്കും. പക്ഷേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കൊള്ളാം കേട്ടോ. നല്ല ചൂടിഡലിയും നല്ല സാമ്പാർ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എൻ്റെ ഫുഡ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. സാമ്പാർ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി സാമ്പാർ കേട്ടോ, നല്ല ചൂട് സാമ്പാർ. ഇപ്പോൾ അവർക്ക് നല്ല ഉപ്പുമാവാണ് കേട്ടോ. നമുക്ക് നല്ല രുചിയായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. രാത്രിത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു. അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നത്. ഉപ്പുമാവ് മാത്രം കഴിച്ചാൽ മതി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ, അതായത് ഒരു 3 മണിക്ക് വന്നപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കോട നിറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇതൊന്നും ഡീറ്റെയിൽ എടുക്കാൻ പറ്റാത്തത്. ഡാമിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ അവർ ക്യാമ്പ് ഫയറിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പം രാത്രി നല്ല തണുപ്പത്ത് ഇവിടെ ക്യാമ്പ് ഫയറിലൊക്കെ ഇരുന്നതിന് ശേഷം ഈ ഒരു തടാകത്തിൽ നോക്കി നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ബോട്ടിങ് ഇപ്പം ഒരു ടീം പോയിട്ടുണ്ട്, അവർ ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കുറച്ച് അധികം ഒരുപാട് ദൂരം അവർ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടിങ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് ഇവിടെയുള്ള ഗൈഡൊക്കെ പറഞ്ഞത്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്താണ് കേട്ടോ ഈ ഒരു ഭാഗം വരുന്നത്. എന്ത് നല്ല മനോഹരമായ സ്ഥലമല്ലേ. അപ്പം ഈ ഒരു ഗവി ഡാമിൻ്റെ ആ ഒരു റിസർവെയറിലാണ് നമുക്ക് ബോട്ടിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ ഗസ്റ്റിൻ്റെ കൂടെ എല്ലാം ഗൈഡായിട്ട് പോകുന്നവർ. ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഗസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഇവർ റെഡിയാണ്. ചേട്ടാ എങ്ങനെയാട്ടോ നമുക്ക് ആനയെ എങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ? ആന ഒരു 3 മണിക്കൂറൊക്കെ ട്രക്കിങ് പോയാൽ ചാൻസ് ഉണ്ട്, കാണാൻ പറ്റും. ഈ ഒരു ടൈം ചാൻസ് കൂടുതലാണ്. രാവിലെ ആന കണ്ടായിരുന്നു. ഓക്കെ, ഈ ട്രക്കിംഗ് ടൈം എത്ര സമയം വരും നമുക്ക്? 1 മണിക്കൂറുണ്ട്, 2 മണിക്കൂറുണ്ട്, 3 മണിക്കൂർ. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൂടെ കാണും. നമ്മൾ ഗസ്റ്റിനോട് ചോദിച്ചിട്ട് അവരുടെ താല്പര്യപ്രകാരം നടക്കുന്നു. നമ്മൾ അതുവഴി ട്രക്കിങ്ങിന് പോകുകയാണെങ്കിലേ ശബരിമലയൊക്കെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോട്ടേജിൻ്റെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് നടന്നാൽ മതി എന്നാണ് പറയുന്നത്. അതുവഴിയാണ് ട്രക്കിങ്ങിനും പോകുന്നത് കേട്ടോ. പിന്നെ ആന മറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് അവർ ഇതുവഴി ഒറ്റയ്ക്ക് ആരും വിടത്തില്ല, ഗൈഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വിടത്തുള്ളൂ കേട്ടോ. നമുക്ക് ഗവിയിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രോഗ്രാംസാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ദിവസത്തെ, അതായത് 1 ഡേ ട്രിപ്പ് പോലത്തെ ഒരു പ്രോഗ്രാമും, അതുപോലെ തന്നെ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് അവർ ഈ ഗവിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിലാണ് ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളാം കേട്ടോ. അപ്പോൾ രാവിലെ, അതായത് ഒരു ദിവസത്തെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക്, അതായത് പെർ ഹെഡിന് വരുന്നത് 1770 രൂപയാണ് കേട്ടോ. അതായത് ഇൻക്ലൂഡിങ് GST ആണ്. അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 8:30 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും. അതായത് നമ്മുടെ മൂഴിയാർ ചെക്ക് പോസ്റ്റിൽ 8:30 മണിക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പാസ് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് തിരിക്കേണ്ടത്. ട്രക്കിങ് 2 അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ നമ്മുടെ കാട്ടിനകത്തുള്ള ട്രക്കിങ് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ബോട്ടിംഗ് ഉണ്ട്, അതായത് നമ്മുടെ ഗവി ലേക്കിൽ ബോട്ടിങ് അവർ ഈ ഒരു പാക്കേജിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശബരിമല നമുക്ക് ഈ ഗവിയുടെ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് കുറച്ച് കാടിനുള്ളിലൂടെ ഒരു 2 കിലോമീറ്റർ വരെ നടന്നാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതും ഈ ഒരു പാക്കേജിൽ അവർ തരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8:30-9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ ലഞ്ചുണ്ട്. അതുകൂടാഞ്ഞിട്ട് വൈകുന്നേരം ചായയും ഒരു സ്നാക്സ് എന്തെങ്കിലും കാണും. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് തിരിക്കണം കേട്ടോ. അതാണ് ഒരു ദിവസത്തെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊരു പാക്കേജ് ഉള്ളതെന്ന് വെച്ചാൽ 24 മണിക്കൂറിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്. ആ ഒരു പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് 3540 രൂപയാണ് ഒരാൾക്കാണ് കേട്ടോ, ഇൻക്ലൂഡിങ് GST ആണ്. ഇതിലും അതുപോലെ തന്നെ ട്രക്കിംഗ് ഉണ്ട്, ശബരിമല വ്യൂ പോയിൻ്റ്, ഈവനിങ് മോർണിംഗ് ജംഗിൾ സഫാരി, ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിൽ അവർ ഒരു 2 മണിക്കൂർ വരെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടിങ്, പിന്നെ വിസിറ്റ് കോഫി ആൻഡ് കാരമൺ പ്ലാന്റേഷൻ, അങ്ങനെയെല്ലാം ഉണ്ട്. നമ്മുടെ ഒരു ദിവസത്തെ പാക്കേജിലും ഈ കോഫി, കാരമൺ പ്ലാന്റേഷൻ വിസിറ്റിംഗ് കൂടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ജീപ്പ് സഫാരിക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഗവി ലേക്കിൽ ബോട്ടിങ്ങിനും കൊണ്ടുപോകുന്നതാണ്. രാവിലെയാണ് ട്രക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു പാക്കേജിൽ നമുക്ക് ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ടീ, സ്നാക്സ് അതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കോട്ടേജിൽ നമുക്ക് ഡബിൾ ബെഡ് ആണെങ്കിൽ, ട്രിപ്പിൾ ബെഡ് ആണെങ്കിൽ അവരത്
അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ ലോഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേറ്റ് പെർ ഹെഡിന് 4720 രൂപയാണ് കേട്ടോ. അത് ഇതുപോലുള്ള വുഡിൽ തീർത്തിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമാണ് അവർ തരുന്നത്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ജംഗിൾ ക്യാമ്പും കൂടെ ഉണ്ട് കേട്ടോ. ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാട്ടിനുള്ളിൽ താമസിക്കണമെങ്കിൽ അവർ അതിനകത്ത് ടെൻ്റൊക്കെ കെട്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അത് 4 പേർക്ക് ഒരുമിച്ച് അവർ എടുക്കത്തുള്ളൂ. അതിൻ്റെ റേറ്റ് വരുന്നത് 18,880 രൂപയാണ്, ഇൻക്ലൂഡിങ് GST ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗൈഡും കൂടെ കാണും. പിന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അത് പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതവർ അലൗഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്വിസ് കോട്ടേജ് ടെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കേട്ടോ. അതും ഇതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ഒരു ടെൻ്റ് ഹൗസാണ് കേട്ടോ. അതിൽ പ്രോഗ്രാമും സെയിം ആണ്. അതിൻ്റെ റേറ്റ് വരുന്നത് ഒരാൾക്ക് 4130 രൂപയാണ് കേട്ടോ. ഇത് ഇലക്ട്രിസിറ്റി ഉള്ള ടെൻ്റാണ് കേട്ടോ. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗവിയിൽ നിന്ന് തിരിച്ച് കേട്ടോ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞാൻ തിരിച്ചു പോകുന്നത് വണ്ടിപ്പെരിയാർ, പീരുമേട്, കുട്ടിക്കാനം വഴി ആണ് പോകുന്നത്. അപ്പം തിരിച്ചുള്ള റൂട്ട് അതാണ് നമുക്കുള്ളത്. വരുന്ന വഴി കോന്നി വഴിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തായാലും തിരിച്ചു പോകുമ്പോഴും ഒരുപാട് കാഴ്ചകളുണ്ട്, വരുമ്പോഴും ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഗവി എന്ന് പറഞ്ഞൊരു കുഞ്ഞു സ്ഥലം? നിങ്ങൾ തീർച്ചയായിട്ടും വരിക. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് പാർക്കിംഗ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ കോട്ടേജിൻ്റെ അടുത്ത് തന്നെ പാർക്കിംഗ് എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് വണ്ടി ഇങ്ങ് മേളിലോട്ട് കയറിയിട്ടാൽ മതി കേട്ടോ. ഗവിയിൽ നിന്ന് വണ്ടിപ്പെരിയാർ വരെ ഏകദേശം 28ഓളം കിലോമീറ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു വരാൻ എളുപ്പം ഇതുവഴിയാണെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റോഡാണ്. കോന്നി വഴി വരികയാണെങ്കിൽ കുറച്ച് കൂടുതൽ ദൂരം നമ്മൾ കാട്ടിനുള്ളിൽ കൂടെ സഞ്ചരിക്കേണ്ടി വരും. പിന്നെ റോഡും കുറച്ച് ഗട്ടറും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വളരെ വലിയൊരു കാട്ടിനുള്ളിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി ചിലപ്പം ആനയെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആനയൊന്നും കാണല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ പുറകിലോട്ട് എടുക്കാനും സൈഡ് തിരിക്കാനും സ്ഥലങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ പോയത്. ഇതാണ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇവിടെ വന്ന് നമ്മൾ എൻട്രി ചെയ്തിട്ട് വേണം പുറത്തോട്ട് പോകാൻ. അതായത് ഔട്ട് പാസ് അടിച്ചിട്ട് വേണം പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഔട്ട് പാസ് അടിച്ച് നേരെ നമ്മൾ കുട്ടിക്കാനത്തോട്ട് പോയി. കുട്ടിക്കാനം പീരുമേടൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ ഒരു ക്ലൈമറ്റ്. ഒന്നും കാണാൻ പറ്റാത്തത്ര കോടമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ് റോഡിലെല്ലാം. മിക്കവാറും ഈ കുട്ടിക്കാനം ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് ഈ ഒരു ക്ലൈമറ്റാണ് വൈകുന്നേര സമയങ്ങളിൽ. ഈ റോഡ് വരുന്നത് നമ്മുടെ കുട്ടിക്കാനത്തുനിന്ന് കുമളി കമ്പന്തേനി റോഡിലോട്ട് പോകുന്ന റോഡാണ്. അതുവഴിയാണ് നമുക്ക് വണ്ടിപ്പെരിയാറിൽ പോകേണ്ടത്. വണ്ടിപ്പെരിയാർ, പീരുമേട്, കുട്ടിക്കാനം അവിടെ ചെന്നിട്ട് നമുക്ക് ട്രിവാൻഡ്രത്തോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഒരു 6 മണിയോട് അടുപ്പിച്ച് കുട്ടിക്കാനം ടൗണിലെത്തി. കുട്ടിക്കാനം ടൗണിൽ വന്നപ്പോൾ വേറെ സീനാണ് കേട്ടോ. കോട മഞ്ഞൊക്കെ കൊണ്ട് നിറഞ്ഞ് ഒന്നും കാണാൻ പറ്റുന്ന സ്ഥിതി. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ കയറി ഒരു കോഫിയും പിന്നെ ഒരു മസാല ദോശയും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വരുന്ന വഴി, അതായത് ഗവിയിൽ നിന്ന് വരുന്ന വഴി കുട്ടിക്കാനം ടൗണിൽ എത്തി കേട്ടോ. കുട്ടിക്കാനം ടൗണിലുള്ള ആ ഒരു ക്ലൈമറ്റാണ്. കുട്ടിക്കാനത്ത് പ്രകൃതി എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. കുട്ടിക്കാനം ടൗണിൽ തന്നെയാണ്. അപ്പം ഞാനൊരു 6 മണി സമയത്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല കോടയൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. നല്ലൊരു ഹൈറ്റിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. അപ്പം ഇതുവഴി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡ് വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല വൈബാണ് ഈ കുട്ടിക്കാനം ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു കോടയൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടേ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഭാഗത്ത് വരുമ്പോഴത്തേക്ക്. പ്രകൃതിയിലെ ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ലൊരു മസാല ദോശയായിരുന്നു. ആ തണുത്ത സമയത്ത് ചൂടോടുകൂടി മസാല ദോശ കഴിച്ചപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടർന്നു. നല്ല കോടയുള്ളത് കൊണ്ട് വളരെ പതുക്കെയാണ് വണ്ടി ഓടിച്ച് പോകാൻ സാധിച്ചത്.
തിരുവനന്തപുരത്തേക്ക് ഇനി എരുമേലി വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഏകദേശം ഒരു 4-5 മണിക്കൂറത്തെ യാത്ര കാണുമെന്ന് വിചാരിക്കുന്നു. രാത്രി ഏകദേശം 11 മണിയോടുകൂടി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ യാത്ര തുടർന്ന് കേട്ടോ. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ഏകദേശം രാത്രി 12 മണിയോട് അടുപ്പിച്ചാട്ടോ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക്. ഞാൻ പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ. ചെറിയ റോഡാണ് കേട്ടോ, കുട്ടിക്കാനം ടു എരുമേലി അതുവഴിയൊക്കെ വരുമ്പോൾ ചെറിയ റോഡായതുകൊണ്ട് വളരെ പതുക്കെയാണ് വന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അതായത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ കൊടുത്തേക്കാം, വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തേക്കാം. ഫോൺ നമ്പരും അവരുടെ ആ ഒരു വെബ്സൈറ്റ്, അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അവിടേക്കൊന്ന് പോവുക. ഇത്രയും നിബിഡമായ വനത്തിനുള്ളിൽ താമസിക്കാൻ പറ്റുന്നത് ചെറിയ കാര്യമല്ല. ചെറിയ സൗകര്യങ്ങളാണെങ്കിലും അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോകണമെന്നുള്ളവർ ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ടോ പോകാമെന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ. ഇതുപോലുള്ള ട്രാവൽ വ്ളോഗും ഫുഡ് വ്ളോഗൊക്കെ ഇനി ഒരുപാട് വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.